വിഷമിക്കാനൊന്നുമില്ല, ഷാക്ക് തട്ടിന്ന് മാത്രമേ ഉള്ളൂ. വിശ്രമം കൊണ്ട് അങ്ങ് താനെ മാറിക്കോളും. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. നിങ്ങളെല്ലാം വിവരം അറിഞ്ഞു വന്നതാണല്ലേ? എന്നാ കൂട്ടുകാരിയോട് അല്പനേരം സംസാരിക്കും. കുഞ്ഞലി, പെട്ടിയെടുത്തു. ശോശാമ്മയ്ക്ക് നല്ലവണ്ണം നീന്താൻ അറിയാലോ, പിന്നെ എന്ത് പറ്റി? പുസ്തകം എടുക്കാൻ ഞാൻ കൈ നീട്ടിയപ്പോ ചവിട്ടി നിന്നിരുന്ന സ്ഥലം ഇടിഞ്ഞ് ഞാൻ കഴുത്തിലോട്ട് വീണു. അപ്പൊ തന്നെ ഞാൻ ഭയന്നു. പണ്ടൊരു ഗർഭിണി മുങ്ങിച്ചത്ത സ്ഥലമല്ലേ അത്, അതോർത്തു. നീന്തി കരയെ കയറാൻ ശ്രമിച്ചു, പറ്റിയില്ല. സാരി ഉടുത്തത് കൊണ്ടുകൂടിയായിരിക്കും. ഏതായാലും ബാബു കണ്ടത് ഭാഗ്യം. ബാബു എനിക്ക് വീണ്ടും ഒരു ജന്മം തന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ജീവിക്കുന്നു. കർത്താവിനെ മറന്ന് സംസാരിക്കാതിരിക്കൂ ശോശാമ്മേ. മനുഷ്യന് ജീവൻ തരാൻ സാധിക്കുമോ? നമുക്ക് പോകാം, നേരെ ഒരുപാടായി. ശോശാമ്മേ, ആ ചിത്രം ആരാ വരച്ചത്? അതോ, ബാബു. നന്നായിരിക്കുന്നു. അന്നക്കുട്ടി, നീ അതിങ്ങോട്ടൊന്ന് എടുത്തേ. കുട്ടി പൊട്ടിപ്പോയല്ലോ, കഷ്ടമായി പോയി. സാരമില്ല എന്നെ കുട്ടി, ചില്ല് മാറ്റിയിടാം. ഒരബദ്ധം പറ്റിപ്പോയെന്ന് വെച്ച് ഞാൻ കൂട്ടുകാരോട് പിണങ്ങാൻ പറ്റുമില്ല. ഞാൻ ഇതിന്റെ ചില്ല് മാറ്റിയിടിച്ചോണ്ട് വരാം. ഏയ് വേണ്ട. അങ്ങനെയല്ല, എന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമല്ലേ, നാളെ രാവിലെ കൊണ്ടുതരാം. വരൂ ചേച്ചി. ശോശാമ്മ പറഞ്ഞതേ അന്നക്കുട്ടിക്ക് കൊണ്ടു. ചില്ല് മാറ്റിയിടിച്ചോണ്ട് വരട്ടെ, ഞാനും നാളെ വരാം. എന്താ മോളെ, എന്താ നീ സ്വപ്നം കണ്ട് പേടിച്ചോ? പിന്നെ നീ ഏതാണ്ട് വിളിച്ചു പറഞ്ഞല്ലോ. ഒന്നുമില്ല. എന്ത് സ്വപ്നമാ മോള് കണ്ടത്? എനിക്കറിഞ്ഞൂടാ. ഇതാ മോളെ, ഈ കൊന്ത കൈ വെച്ചു. ഇനി മോള് സ്വപ്നം കാണില്ല, കിടന്നുറങ്ങിക്കും.